ബിസിനസിൻ്റെ സ്കോർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ്. നമുക്ക് സെപ്റ്റംബർ മാസം നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്തു, നിങ്ങൾക്ക് 100 എൻക്വയറി വന്നു. ഏത് പ്രൊഡക്റ്റ് ആവട്ടെ, ഏത് സർവീസ് ആവട്ടെ, 100 എൻക്വയറി വന്നു. നിങ്ങളുടെ സെയിൽസ് ടീം 20% ആളുകളെ ക്ലോസ് ചെയ്തു. പക്ഷെ കളിയുടെ ഗതി നിർണ്ണയിക്കുന്നത് എന്തായിരിക്കും? സ്കോർ ബോർഡാണ്. അതുപോലെ ബിസിനസ്സിലെ സ്കോർ ബോർഡാണ് എന്ത്? Greenlives Coaching and Training Solution. എന്തിനാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്? ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ടു മേക്ക് പ്രോഫിറ്റ്. പല ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ കോർ പർപ്പസും കോർ വാല്യൂസും ആണ് ചോദിക്കുന്നത്. നമ്മൾ പച്ചയായി പറയുകയാണെങ്കിൽ ലാഭം ഉണ്ടാക്കണം. ഓക്കെ, ലാഭം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ലാഭം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ലാഭം ഉണ്ടാക്കാനാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ലാഭം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ലാഭം വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? സെയിൽ വേണം. സെയിൽ വേണം. ഓക്കെ, സെയിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കസ്റ്റമേഴ്സ് വേണം. കസ്റ്റമേഴ്സ് ഉണ്ടാവണം. കസ്റ്റമേഴ്സ് വന്നാൽ നമുക്ക് എന്താ കിട്ടുക? ഒരുപാട് കസ്റ്റമേഴ്സ് വന്നാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ബിസിനസ് കിട്ടും. ബിസിനസ് കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടും, റവന്യൂ ഉണ്ടാവും. റവന്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും, അല്ലേ? അപ്പോൾ ബിസിനസ്സിൻ്റെ സ്കോർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ്. നമ്മൾ ഏത് കളി കളിക്കുമ്പോഴും ആ കളിയുടെ ഗതി നിർണ്ണയിക്കുന്നത് എന്താണ്? അതിൻ്റെ സ്കോർ ബോർഡാണ്, അല്ലേ? ഇപ്പം നിങ്ങൾ ഫുട്ബോള് മത്സരം കാണുന്ന സമയത്ത് ചിലപ്പോൾ പകുതി ഇപ്പോൾ ഇവിടെ ഫുട്ബോൾ മത്സരം നടക്കാൻ വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരാൾ കയറി വരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കി കൊടുക്കുകയാണ് സ്കോർ ബോർഡിലേക്കാണ്. ഇപ്പോൾ ഇവിടെ ക്രിക്കറ്റ് മത്സരം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്രിക്കറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി വലിയ ഗെയിമാണ്. അപ്പോൾ നമ്മൾ വിക്കറ്റിനിടയിൽ ഓടുന്നുണ്ടാവും, 6 അടിക്കുന്നുണ്ടാവും, 4 അടിക്കുന്നുണ്ടാവും. പക്ഷേ കളിയുടെ ഗതി നിർണ്ണയിക്കുന്നത് എന്തായിരിക്കും? സ്കോർ ബോർഡാണ്. അതുപോലെ ബിസിനസ്സിലെ സ്കോർ ബോർഡാണ് എന്ത്? 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബിസിനസ്സിലെ സ്കോർ ബോർഡ് 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് സ്കോർ ബോർഡ്? ഒന്ന്, നമുക്ക് എന്ത് വേണം? പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇൻകം വേണം. ഇൻകം ഉണ്ടാവണമെങ്കിൽ കസ്റ്റമേഴ്സ് വേണം, അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് സ്കോർ ബോർഡ്? അൾട്ടിമേറ്റ്ലി 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? പ്രോഫിറ്റ്, ഇൻകം, കസ്റ്റമേഴ്സ്. ഇനി ഇതുണ്ടാക്കാനാണല്ലോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, ആണോ? അല്ലേ? യെസ് ഓർ നോ? നോട്ട് പവർഫുൾ. ഇതിനാണോ ബിസിനസ് ചെയ്യുന്നത്? യെസ് ഓർ നോ? നിങ്ങളിപ്പോൾ സെയിൽസിൻ്റെ ട്രെയിനിങ്ങിന് ഒരാളുടെ ഉദ്ദേശം എന്താ? കസ്റ്റമേഴ്സ് ഉണ്ടാവണം. കസ്റ്റമേഴ്സ് ഉണ്ടായാലും എന്തേ ഉള്ളൂ? വരുമാനം ഉണ്ടാവുള്ളൂ. വരുമാനം ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സ് ഉണ്ടാവുക? ആദ്യം കസ്റ്റമർ ഉണ്ടാവണം, എന്നാലേ ഇൻകം ഉണ്ടാവുള്ളൂ. കസ്റ്റമർ എങ്ങനെ ഉണ്ടാവുക? കസ്റ്റമർ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? മാർക്കറ്റിംഗ് ചെയ്യണം. അതായത് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ലീഡ് വരണം, എൻക്വയറി ഉണ്ടാവണം. എല്ലാ എൻക്വയറിയും കച്ചവടമായി മാറുമോ? കസ്റ്റമറായി മാറുമോ? ഇപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് ചിലപ്പോൾ 1000കണക്കിന് ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവും, പക്ഷേ 100 ആൾക്കാരാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 1000 ആളുകൾ ലീഡാണ്, പക്ഷേ ആ ക്ലോസ് ചെയ്ത് എത്രയാണ്? 100 ആണ്. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും എന്തല്ല, എല്ലാ എൻക്വയറി എന്തല്ല? കസ്റ്റമർ അല്ല. അപ്പോൾ ആദ്യം എന്ത് വേണം നമുക്ക്? പക്ഷേ ആദ്യം എന്ത് വരണം? കസ്റ്റമർ ആവണമെങ്കിൽ എന്ത് വേണം? ആദ്യം ലീഡ് വരണം. അപ്പോൾ ബിസിനസ്സിലെ ഒന്നാമത്തെ ലിവേഴ്സാണ് ലീഡ്സ്. ഒന്നാമത്തെ ബിസിനസ് ലിവേഴ്സാണ് ലീഡ്സ്. എൻക്വയറി ജനറേറ്റ് ചെയ്യണം, ലീഡ് ജനറേറ്റ് ചെയ്യണം. എൻക്വയറി ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്കോർ ബോർഡിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻക്വയറി ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് മാർക്കറ്റിംഗ്. അപ്പോൾ ആദ്യം എൻക്വയറി ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മാർക്കറ്റിംഗ് ഇഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ എൻക്വയറി ജനറേറ്റ് ചെയ്യും, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റിംഗ് ആണ്. അത് ശരിയായ പ്രോഡക്റ്റ് ശരിയായ കസ്റ്റമർക്ക് ശരിയായ ടൈമിൽ ശരിയായ വിലക്ക് ശരിയായ ബിസിനസ് മോഡൽ ഉപയോഗിച്ച് ശരിയായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ കസ്റ്റമറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻക്വയറി വരും, ലീഡ്സ് വരും. അങ്ങനെ ലീഡ് വന്നാലും മാത്രം പോരാ, ഈ വന്ന ലീഡുകൾ എന്താവണം? സെയിലാവണം. അതാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പണി. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പണി എന്താണ്? ലീഡ് ജനറേഷൻ ആണെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പണി എന്താ? ആ വന്ന ലീഡിനെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ഇൻകം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമറെ കിട്ടും, അല്ലേ? സോ ലീഡ്സ് ഇൻ ടു കൺവേർഷൻ, ദാറ്റ് ഈസ് യുവർ കസ്റ്റമർ. ഹലോ, ലീഡ്സ് ഇൻ ടു കൺവേർഷൻ, ദാറ്റ് ഈസ് യുവർ കസ്റ്റമർ, അല്ലേ? ലീഡ്സ് ഇൻ ടു കൺവേർഷൻ, ദാറ്റ് ഈസ് യുവർ കസ്റ്റമർ. നമുക്ക് ലീഡ് വന്നു, അത് നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്കോർ ബോർഡിൽ എന്ത് വന്നു?
കസ്റ്റമേഴ്സ് വന്നു. നമുക്ക് സെപ്റ്റംബർ മാസം നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്തു, നിങ്ങൾക്ക് 100 എൻക്വയറി വന്നു. ഏത് പ്രൊഡക്റ്റ് ആവട്ടെ ഏത് സർവീസ് ആവട്ടെ 100 എൻക്വയറി വന്നു. നിങ്ങളുടെ സെയിൽസ് ടീം 20% ആളുകളെ ക്ലോസ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിൽ 100 ആൾക്കാർ വന്നു, 20% ആൾക്കാർ എന്ത് ചെയ്തു? സാധനം വാങ്ങി. അപ്പോൾ എന്തായി? നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 20 ആണോ അല്ലേ? യെസ് പറഞ്ഞോ? യെസ്. അപ്പോൾ നമുക്ക് എന്താണ്? ലീഡ്സ് ഇൻറ്റു കൺവേർഷൻ ആണ് കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടണം. 20 ഉള്ളത് 40 ആവണം, 40 ഉള്ളത് 80 ആവണം, 80 ഉള്ളത് 120 ആവണം. അതിനെന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ലീഡ്സിൻ്റെ എണ്ണം കൂടണം. ഒന്നില്ലെങ്കിൽ ലീഡ്സിൻ്റെ എണ്ണം കൂടണം, ഒന്നില്ലെങ്കിൽ ലീഡ്സിൻ്റെ എണ്ണം കൂടണം. 100 എൻക്വയറി വരുന്നിടത്ത് 200 എൻക്വയറി വന്നാലും മതി. അപ്പോൾ എന്തായി? 20 കസ്റ്റമേഴ്സ് ഉള്ള 40 ആയി. പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ലീഡ്സിൻ്റെ എണ്ണം കൂടണം, ഇനി ലീഡ്സിൻ്റെ എണ്ണം കൂടിയില്ലെങ്കിലോ കൺവേർഷൻ്റെ എണ്ണം കൂടിയാലും മതി. 100 എൻക്വയറി തന്നെ വരുന്നുള്ളൂ. പക്ഷേ നിങ്ങളെന്താണ്? നിങ്ങളെ സെയിൽസ് സ്കില്ല് കൂട്ടിയാൽ മതി. നിങ്ങൾ സെയിൽസിൻ്റെ ആർട്ടും സയൻസും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺവേർഷൻ കൂടും. സെയിൽസിൻ്റെ പ്രോസസ്സ് കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ സസ്പെക്റ്റിങ്ങും പ്രോസ്പെക്റ്റിങ്ങും അപ്രോച്ചും ആ അപ്രോച്ചിലുള്ള എല്ലാ സ്റ്റെപ്സുകളും കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ കൺവേർഷൻ കൂടും. കൺവേർഷൻ കൂടുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടും. യെസ് പറഞ്ഞോ? യെസ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇഫക്റ്റീവ് ആവണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സെയിൽസ് പ്രോസസ്സ് ഇഫക്റ്റീവ് ആവണം. Greenlives Coaching and Training Solution.